റിപ്പോർട്ടിംഗ്. തിരുത്തിപ്പുറം ഹൈവേയിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓവർ. വെള്ളം. ഇനിയും വേണോ? വേണ്ട. കുട്ടി പേടിക്കണ്ട. CSR ഇപ്പം തന്നെ വരും. നടന്നല്ല അതുപോലെ തന്നെ സാറിനോട് പറഞ്ഞാൽ മതി. സാറ് വരാറായില്ലേ ചന്ദ്ര? ആ, വിളിച്ചിട്ടുണ്ട്. സർ. എന്താ സർ, അതൊരു ആക്സിഡൻറ്റ് കേസാണ്. വിക്ടിം ബ്രോഡ് ഡെഡ് ആണ് സർ. ഓ, ഓക്കെ. ബോഡിയോ? ബോഡി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഐഡന്റിഫൈ ചെയ്തോ? ഇല്ല സാർ, പേഴ്സണൽ ID കാർഡ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മൊബൈൽ വെച്ച് ട്രേസ് ചെയ്യാൻ രമേശ് നോക്കുന്നുണ്ട് സാർ. കാറാണോ? അതെ സാർ. വിക്ടിം ഒരു പെഡസ്ട്രിയനാണ് സാർ. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്ന് വീഴുകയായിരുന്നെന്ന കുട്ടി പറഞ്ഞേ. ഓ, വേറെ വിറ്റ്നസ് ഒന്നുമില്ല സാർ. ആ കുട്ടി ഒന്ന് വിളിച്ചേ. സാറ് വിളിക്കുന്നു. എന്താ നടന്നത്? ഒന്ന് ബ്രീഫ് ചെയ്യാമോ? സർ, ഞാൻ ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുമായിരുന്നു. ദൂരെ നിന്ന് തന്നെ അയാൾ വളരെ ഡിസോറിയൻറ്റഡ് ആയിട്ട് നടക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ കുറേ ഹോൺ അടിച്ചു. അവസാനം അയാൾ തന്നെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് വീഴുമായിരുന്നു. ഞാൻ പെട്ടെന്ന് ബ്ലാങ്കായി പോയി. പിന്നെന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഹോസ്പിറ്റലിൽ എത്തിച്ചത് കുട്ടി തന്നെയാണോ? സാർ, ഇത് വല്ല കുഴപ്പമാവോ? താൻ ടെൻഷനൊന്നും അടിക്കണ്ട. കൂടെ ആരെങ്കിലും ഉണ്ടോ? ബ്രദറിനെ വിളിച്ചിട്ടുണ്ട്. ആ, സിമി, ആ വണ്ടിയുടെ 2-3 ഫോട്ടോസ് എടുത്ത് വെച്ചോണം. പിന്നെ സീൻ മാസ്റ്ററിന് ആരാ പോയിക്കുന്നത്? രാഘവൻ പോയിട്ടുണ്ട് സാർ. ആ രമേശേ, ആക്സിഡന്റ് കേസിൽ വിക്ടിമിന്റെ ID കാർഡ് വല്ലതും കിട്ടിയോ? ഇല്ല, നോക്കുന്നുണ്ട് സാർ. ആള് മലയാളിയല്ല, ഏതോ മൈഗ്രന്റ് വർക്കർ ആണെന്ന് തോന്നുന്നു. ഓ, പണിയായല്ലോ. ആള് വെള്ളമായിരുന്നോ? ആ സാർ, അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. പിന്നെ ഡ്രഗ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ. ആ, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ വിളിക്ക്. ഓക്കെ സാർ. ഓക്കെ സാർ, ഞാൻ റോയ്, ആ, റിയയുടെ ബ്രദറാണ്. എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ചാൻസ് ഉണ്ട് സാർ. ഞങ്ങളുടെ ഫാദർ പോലീസിലായിരുന്നു. ഓ, SP സ്റ്റീഫൻ സാറിൻ്റെ? ആ, അതെ സാർ. ആ, ഇരിക്കേ. ആ, എനിക്കാദ്യം മനസ്സിലായില്ല കേട്ടോ. സാറിൻ്റെ ഫ്യൂണലിന് എനിക്ക് വരാൻ പറ്റിയില്ല. സാറ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെൻറ്ററിനെ പോലെയായിരുന്നു. സാർ, ഇതിപ്പോൾ കേസ് എങ്ങനെയാ? ഈ വിക്ടിം ഒരു കാൽനട യാത്രക്കാരനാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ അക്യൂസിന് അത്ര ബെനിഫിഷ്യൽ ആവാറില്ല. ഓ, അല്ല, പേടിക്കണ്ട. ഇങ്ങനെയുള്ള കേസുകളിൽ ആരെയും ഇന്നേ വരെ ജയിലിലൊന്നും പിടിച്ചിട്ടില്ല. ചെറിയൊരു ഫൈൻ അടച്ച് പോകാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ വകുപ്പ് എങ്ങനെയാണ് സാർ? ഇങ്ങനെയുള്ള കേസുകളിൽ ജനറലി നമ്മൾ 304A ആണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ. കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. പിന്നെ ഈ വിക്ടിം ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു. അത് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഓ, വണ്ടിക്ക് ഡാഷ് ക്യാം ഉണ്ടായിരുന്നോ? ഇല്ല. കുഴപ്പമില്ല. നമുക്ക് അടുത്ത വല്ല CCTV ഫുട്ടേജ് ഉണ്ടെങ്കിൽ അത് ഫേവറബിൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. വണ്ടി ഓവർ സ്പീഡൊന്നുമില്ലല്ലോ? എനിക്ക് ഓർമ്മയില്ല. ആ സമയത്താകെ സാർ, ഈ ഫുട്ടേജ് കിട്ടുമ്പോഴേ അതിൽ വണ്ടി ഓവർ സ്പീഡാണെങ്കിൽ നോക്കട്ടെ. ആ രാഘവൻ, ആക്സിഡന്റ് കേസിൽ വിറ്റ്നസ് വല്ലതും ഉണ്ടോ? ഇല്ല
അല്ല സാർ, ഹൈവേ അല്ലേ, ആ. പോരാത്തിന് പാതിരാത്രി. പിന്നെ 1-2 പേർ കണ്ടത് സംഭവം നടന്ന് കുറെ കഴിഞ്ഞിട്ടാണ്. CCTV ഫുട്ടേജ് വല്ലതും ഉണ്ടോ? ഒരു 200 മീറ്റർ മാറി ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ട്, അവിടെ CCTV ഉണ്ടെന്നാ പറഞ്ഞത്. ഞാനൊന്നും അങ്ങോട്ട് പോയി നോക്കുക. അത് വേണ്ട, മേഴ്സർ റെഡി ആണെങ്കിൽ താനിങ്ങ് പോരെ. അല്ല സാർ, ഓവർ സ്പീഡിംഗ് ആണെന്നറിയാൻ ഫുട്ടേജ്. അത് വേണ്ട, 304 കേസല്ലേ, നമുക്ക് നോക്കാം, താനിങ്ങ് പോരെ. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. സ്റ്റീഫൻ സാറിൻ്റെ ആത്മാവ് പറഞ്ഞ എന്നെ വന്ന് തല്ലും. പുള്ളി എപ്പോഴും പറയായിരുന്നു ജസ്റ്റിസ് മസ്റ്റ് പ്രിവെയിൽ. പിന്നെ ഇയാളെ കണ്ടിട്ട് ഹാർഷ് ആവാനും തോന്നുന്നില്ല. താങ്ക് യു സർ. വേറെ എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടോ? ഇല്ല, ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പോകാം. പിന്നെ ലൈസൻസ് കട്ടായിട്ടുണ്ട്. ആ ശരി സർ. ആ, ഇനിയിപ്പോൾ ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഞങ്ങൾ റെഡിയാക്കി തരാം. ബാക്കിയുള്ളതൊക്കെ ഒരു വക്കീലിനെ വെച്ച് ഡീൽ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ശരി സർ. വേറെ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. പോ. ഇനിയിപ്പോൾ എന്തായാലും കുറേ നാളത്തേക്ക് വണ്ടി എടുക്കണ്ടല്ലോ, അത്രേ സമാധാനം. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഒരുമാതിരി. ഹലോ, ആ പറയൂ സാർ. ആ വിക്ടിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പേടിക്കാവുന്നില്ല, ആളൊരു ലോണറാണ്. വേറെ ബന്ധുക്കളും ഇല്ല. ഞാൻ വേണേ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പ് ചെയ്യാം. ഓക്കെ സാർ. ശരി ശരി സാർ. സിസ്റ്ററിന് എങ്ങനെയുണ്ട് ഇപ്പോൾ? അവൾക്ക് ഇപ്പോഴും ആ ഒരു ട്രോമയിലാണ്. അത് കുഴപ്പമില്ല സാർ, ശരിയായിക്കോളൂ. ഓക്കെ ഫൈൻ. ആളുടെ അടുത്ത് പറഞ്ഞാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ശരി, പറയാം സാർ. ഓക്കെ, താങ്ക് യു സാർ. ആ CI വിളിച്ചത്. മരിച്ചയാളിൻ്റെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ടോ? ആളിൻ്റെ പേര് സഫിയുൾ ഇഫ്തിഖർ, ഏജ് 32, സ്ഥലം ഒഡീഷയിലെ റിയ, നീ എന്തറിഞ്ഞോണ്ടാ ഈ ചെയ്തേ? അശ്വതി ഓർക്കുന്നുണ്ടോ ചേട്ടൻ? നിന്റെ ആ റൂംമേറ്റ്, ആ ആക്സിഡന്റ് പറ്റിയ കുട്ടി. ആക്സിഡന്റ് അല്ല, പിന്നെ ഇവനാ അവളെ. ഇത് ഞാൻ അവക്ക് കൊടുത്ത വാക്കാ. പക്ഷേ അവൻ ആ സമയത്തോടെ ഉണ്ടാവുമെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ചേട്ടൻ എന്താ വിചാരിച്ചേ? കഴിഞ്ഞ ഒരു മാസമായി ഞാൻ അവനെ സ്റ്റോക്ക് ചെയ്യോ. അവൻ ഡെയിലി എവിടെയൊക്കെ പോകുന്നു, എന്തോരും കള്ളും കഞ്ചാവും കയറ്റുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. പക്ഷേ ആ പോലീസുകാരുടെ കയ്യിൽ CCTV വിഷ്വൽ എങ്ങാനും കിട്ടിയിരുന്നെങ്കിലോ? ഒരു കുന്തവും കിട്ടില്ല. അവിടെ CCTV ക്യാമറ ഉണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്യില്ല. ഞാനേ പോലീസുകാരൻ്റെ മോളാ. എല്ലാ ലൂപ്പ് ഹോൾസും അടച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ചേട്ടൻ വണ്ടി എടുക്ക്, നമുക്ക് പോവാം. ചേട്ടാ പോവാം. ആ ഇപ്പോഴല്ലേ അപ്പ പറഞ്ഞ് കറക്റ്റായത്. ജസ്റ്റിസ്